ഹായ് ഫ്രണ്ട്സ്, മഹേഷിൻ്റെ ഇഷിതയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിതയും ആദ്യം കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മേ എന്ന് പറയാൻ കേട്ടോ. അതെ ഇന്ന് അമ്മ ഉണ്ടാക്കിയതാ. ഇത് അമ്മയ്ക്കൊന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം വന്നു. അപ്പം എന്നാ എൻ്റെ മോന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു എന്ന് പറയാൻ കേട്ടോ. ആണോ, ഇനി എന്നാ എന്നെ വീട്ടിൽ കൊണ്ടുപോകാം അമ്മയെന്ന് പറയാൻ കേട്ടോ. മോനെ നാളെ കൊണ്ടാകാം. മോനെ അവിടെ ആരെയാ ആദ്യം കാണേണ്ടത്? എനിക്ക് ചിപ്പിനെ കാണണം എന്ന് പറയാൻ കേട്ടോ. ഇനി അമ്മ എനിക്ക് വാരുത്താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഇഷിതയ്ക്ക് ആദ്യം വാരി കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ആദിക്കും വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റ് കഴുകാൻ പോകുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, ഞാൻ കഴുകാമേ, എല്ലാ ജോലികളും അമ്മയ്ക്കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴുകി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ബെഡിൽ പോയിട്ട് ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറയാണ്. അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? മോൻ എന്ത് നല്ല മോന, ആരുടെയോ ഭാഗ്യമോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയല്ലേ എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇഷിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ആദ്യനെ വിട്ടു പോകേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിഷമം. ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ മടിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെടുക്കുന്നൊക്കെ. അതിനുശേഷം ആദ്യം പറയുന്നുണ്ട്, ആദ്യനോട് പെട്ടെന്ന് ഇഷിത പറഞ്ഞു പോകാൻ അറിയാണ്ട്, ചിലപ്പോൾ നാളെ ആരെങ്കിലും പറയും മോൻ്റെ അമ്മ ഞാനല്ലാന്ന് എന്ന് പറയുമ്പോൾ അത് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയും, എന്താ അമ്മ പറഞ്ഞത് എന്ന് പറയും. അത് അമ്മ വെറുതെ ഒന്ന് പറഞ്ഞതാണ് മോനോട്. അമ്മ മോനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കൈച്ചെയിൻ എടുത്തിട്ട് കൊടുക്കാൻ കേട്ടോ. അത് കയ്യിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി വാ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് കെടുത്തി ഉറക്കുന്നൊക്കെ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രജനിനെയാണ്. രജന ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു വീഡിയോയിലെ രംഗങ്ങൾ വീണ്ടും ആലോചിക്കുമ്പോൾ അതൊരു വെള്ള കാറാണ്. അതുപോലെ തന്നെ ആ ഒരു കാറ് മഹേഷിൻ്റെ കാറുമായിട്ട് സാമ്യമുണ്ട്. ആ ചിപ്സിൻ്റെ കവറൊക്കെ ആ ഒരു കാറിൽ കിടന്നിരുന്നല്ലോ അന്ന് മഹേഷല്ല ആകാശിൻ്റെ കാറ് വന്നപ്പോൾ. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. അവസാനം ആകാശിൻ്റെ കാറ് തന്നെയാണ് അതിനെ തട്ടിയെന്നുള്ളൊരു തീരുമാനത്തിൽ രജന എത്താണ്. അതിനുശേഷം രജന ആകാശിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ആകാശ് എന്ത് ചെയ്യാം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് മെയിൽ അയക്കാനുണ്ട്, ഓഫീസിലെ കാര്യമാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാണോ ഇമ്പോർട്ടൻറ്റ്? അതെ, എൻ്റെ ഓഫീസിലെ കാര്യങ്ങളല്ലേ എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം ആകാശിന് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണോ പറയുന്നത്? അത് അന്വേഷിക്കുന്നുണ്ട് രജനെ. ആരന്വേഷിക്കുന്നു, എവിടെ അന്വേഷിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രജന ചൂടാവും കേട്ടോ. എനിക്കറിയാം ഇതിൽ ആകാശിന് എന്തോ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പല തവണയായിട്ട് ആകാശിനോട് ചോദിച്ചപ്പോഴൊക്കെ ആകാശ് ഒഴിഞ്ഞു മാറാണ്. സ്കൂളിലുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. സ്കൂളിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ വണ്ടി ഇടിച്ചതോ അതോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആകാശ് എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രചന എന്നെ ആക്കിയിട്ട് ആകാശ് പറയും, രചന നീ എന്തീ പറയുന്നത്? എന്നിട്ട് രചന എന്നിട്ട് കുമ്പിട്ട് ആകാശിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ആകാശിൻ്റെ കാറാണ് ആദ്യനെ തട്ടിയിട്ടത് എന്ന് പറയട്ടെ. ആകാശിൻ്റെ കാർ തട്ടി ആദ്യം വീണു, എന്നിട്ട് ആദ്യനെ കൊന്നു, എന്നിട്ട് എവിടെയോ കൊണ്ട് കുഴിച്ചു മൂടി എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ആകാശ് പറയും, രചന നീ എന്തീ പറയുന്നത്? അതെ എനിക്കറിയാം, എനിക്ക് സത്യം മനസ്സിലായ ആകാശ് തന്നെയാണ് അത് ചെയ്തത്. ആകാശിൻ്റെ പോലത്തെ വെള്ളക്കാറിൽ ഇടിച്ചത്. വെള്ളക്കാർ എൻ്റേത് മാത്രമാണോ? ഈ ലോകത്തിൽ എന്തോരം വെള്ളക്കാറുണ്ട്, അതൊക്കെ എൻ്റെ കാറാണോ എന്ന് ചോദിക്കാനിട്ട് ആകാശ്. എനിക്ക് മനസ്സിലായ ആകാശ് എന്തോ അനിൽ നോളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകാശ് വീണ്ടും പറയുന്നുണ്ട്, രചന ഞാനല്ല, ആദിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ആദ്യം സ്കൂളിലുണ്ട്. ഇത് എത്ര തവണയായി ആകാശ് പറയുന്നത്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ സോഫയിലേക്ക് അങ്ങോട്ട് തട്ടി എറിയാണ് കേട്ടോ. എന്നിട്ട് രചന പോയിട്ട് ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കറിയാണ് ആകാശം. എന്നുണ്ടെങ്കിൽ ദേഷ്യവും ആകെ അങ്കലാപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആകാശം ഇങ്ങനെ ഇടയ്ക്കിട്ട് രചന നോക്കിയിട്ട് രചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് തോളിൽ തട്ടി പറയാൻ, പോട്ടെ രചനെ നമുക്ക് അന്വേഷിക്കാം, വാ, നീ ഇങ്ങനെ കരയല്ലേ, സമാധാനപ്പെടുന്ന രചനൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം സുജിയും വിനോദും കൂടെ സിനിമ കഴിഞ്ഞിട്ട് എത്താണ്. അപ്പോൾ സുജി പറയുന്നുണ്ട്, അതെ ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു വിനോദ് ചോദിക്കുമ്പോൾ, മൂവി ഫാമിലി ഓറിയൻറ്റഡ് ആണ്, കുഴപ്പമൊന്നുമില്ല, ഇടിയും തല്ലും ബഹളമൊന്നും ഇല്ലാത്തൊരു മൂവി. പക്ഷേ ഇടിയും തല്ലും ബഹളമൊക്കെ ഉണ്ടാവാൻ പോകുകയാണ്. ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇളയമ്മ വടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. വിനോദ് ഇവിടെ നിന്ന് പോകല്ലേട്ടോ, എന്നെ തല്ലുന്നത് വിനോദിന് കേൾക്കാൻ പറ്റുമെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിനോദ് പറയും, അത്രയും പ്രശ്നം ഇടുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കായിരുന്നല്ലോ, തനിക്ക് ജോലി കിട്ടിയതിൻ്റെ ചിലവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുജി പറയാണ്, അങ്ങനെ ഇളയമ അത്ര പ്രശ്നക്കാരൊന്നുമില്ലെങ്കിലും പിന്നെ പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ അമ്മമാർക്ക് മനസ്സിൽ ആദ്യമാണല്ലോ, അതുകൊണ്ട് ഇളയമയ്ക്ക് മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവും. ഇളയമ കയറി ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും ആരുടെ കൂടെയാണെന്ന്. ഒരു കൂട്ടുകാരുടെ കൂടെയാണെന്ന് ആദ്യം പറയാം, അതിനുശേഷം വിനോദിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ എന്ത് തന്നെയായും ഇളയമ എന്നോട് സമ്മതിക്കില്ല. ഇളയമ ചോദിക്കും, വിനോദ് നിന്നെ കെട്ടിയോൻ്റെ കൂടെയാണോ നീ സിനിമയ്ക്ക് പോയത് എന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ അതിലെന്നെ എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞ് ഒപ്പിച്ച് നിൽക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ 101 കയറിയിട്ടേ പോകുള്ളൂ. ആഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100 കയറിയതിന് ശേഷം വിനോദ് 101 പോയാൽ മതി, എൻ്റെ ഇടിയും ബഹളമൊക്കെ വിനോദിന് കേൾക്കാമല്ലോ എന്നൊക്കെ സുജി പറയുകയാണേ. എങ്കിൽ ശരി താൻ പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ സുജി വേഗം തന്നെ 100 കയറി പോകും. വിനോദാണെന്നുണ്ടെങ്കിൽ 101 കയറാൻ പോകുകയാണേ. ഇതേ സമയം രാമൻ്റെ അടുത്ത് വന്നിട്ട് സ്വപ്നവലി ചോദിക്കുന്നുണ്ട്, രാമന് വിശക്കാറായില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല വേണ്ട, മഹേഷ് വരട്ടെ. മഹേഷ് ഇനി എപ്പോൾ വരാനാണ്? ഒരുപാട് നേരം വൈകൂലേ? ഇഷിതയും ഇന്ന് നേരം വൈകിട്ട് തന്നെയായിരിക്കും വരുന്നത് അല്ലേ എന്ന് ചോദിക്കാൻ. ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോഴേക്കും മഞ്ജിമ കയറി വരികയാണ്. എന്നിട്ട് മഞ്ജിമ ചോദിക്കും, ആ അമ്മ ഇപ്പോൾ അവൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരിക്കുകയല്ലേ, അവൾ ഇനിയിപ്പോൾ നേരം വൈകി വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ മഞ്ജിമ പറയുന്നുണ്ട്. അപ്പോൾ രാമനാഥ് ദേഷ്യം വന്നിട്ട് രാമനാഥൻ പറയുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് തലയിടുന്ന മഞ്ജിമയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് ആകെ ഒരു സങ്കടമേ ഉള്ളൂ, ദൈവത്തിന് പറ്റിയ ചതി. ഇവൾക്ക് വായ കൊടുത്തപ്പോഴേ ഇഷിതനെ കുറ്റം പറയാനുള്ള വായ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ സ്വപ്നവലി പറയണേ, ഭക്ഷണവും കഴിക്കുന്നുണ്ട് എന്ന് പറയട്ടോ. ആ അതെ, ഭക്ഷണം കഴിക്കാനും ഇഷിതനെ കുറ്റം പറയാനും മാത്രമേ ഇവൾ വായ തുറക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. ഈ സമയത്ത് അവിടേക്ക് വിനോദ് കയറി വരികയാണേ. ആ മോനോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാമനാഥൻ ചോദിക്കുന്നുണ്ട്, രാത്രി ഒന്നും വന്ന് വരേണ്ട കാര്യമില്ലല്ലോ, ഇപ്പോൾ പകലേ വരാലോ, മഹേഷിനൊന്നും പ്രശ്നമില്ലല്ലോ. ആ അതൊന്നുമല്ല അച്ഛാ, ഞാനൊരു മൂവി കാണാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയതാണെന്ന് പറയും. ഇന്ന് ഞാൻ ഏട്ടനെ കണ്ടു. അതെ കണ്ടോ, എവിടെ വെച്ച്? കോഫി ഹൗസിൽ വെച്ച്. എനിക്ക് കോഫിയൊക്കെ മേടിച്ചു തന്നു എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്നവലി പറയും, അതെ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ തന്നെ നിന്ന് രണ്ടുപേരും പഴയ പോലെ ആവണം എന്നൊക്കെ പറയും. അപ്പോൾ രാമനാഥൻ പറയും, അവൻ്റെ മനസ്സിൽ നിറയെ സ്നേഹമാണ് നിന്നോട്, അത് എന്തായാലും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതെന്നൊക്കെ പറയട്ടോ. എനിക്കറിയാം ഏട്ടനെ. ആ സമയത്ത് ഇഷിതനെ കുറ്റം പറയാൻ കേട്ടോ മഞ്ജിമ. അവളങ്ങനെ അടുത്ത് അറിയാത്തതുകൊണ്ടാണ് നിനക്ക് ഇത്രയും സ്നേഹം അവളോടെന്നൊക്കെ പറയട്ടെ ഇഷിതനെ ന്യായീകരിച്ച് വിനോദ് പറഞ്ഞപ്പോൾ, എന്താ അമ്മേ ഇഷിതേടത്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ, സോഷ്യൽ മീഡിയയിലും ഹോസ്പിറ്റലിലൊക്കെ നല്ല അഭിപ്രായം തന്നെയാണല്ലോ, ഈ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. അവൾക്ക് ഇഷിതനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ വിനോദിന് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കൈലാസേട്ടൻ എവിടെ, അത് അന്വേഷിക്കുക. ഓ അവൾക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല രാമനാഥൻ പറയും. അപ്പോൾ മഹേഷ് ഏട്ടൻ ഇതിനെക്കുറിച്ച് എങ്ങനെ അഭിപ്രായമൊന്നുമില്ലല്ലോ, അവരുടെ ജീവിതത്തിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ചേച്ചി കയറി ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ എന്നൊക്കെ വിനോദ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് സ്വപ്നവലി പറയണം, ആദിത്യനെ കുറിച്ച് വിനോദിന് അറിയില്ലല്ലോ. ആദിത്യനോ, അതാരാന്ന് വിനോദ് ചോദിക്കുകയാണ്. അത് മഹേഷിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ മൂത്ത മകനാണ്. മൂത്ത മകനോ? ആ ചിപ്പി മാത്രമല്ല, ആദിത്യൻ എന്നുള്ളൊരു മകൻ കൂടി മഹേഷിനുണ്ട് എന്ന് പറയും കേട്ടോ. പക്ഷേ കോടതി വിധി മഹേഷിനെ ആദിത്യനെ കാണാനുള്ള അനുവാദമില്ല, പക്ഷെ അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ വിനോദിനോട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പ്രിയാമണി നല്ല വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുജീനെ. ഇല്ല ഞാനിതൊരിക്കലും സമ്മതിക്കില്ല, നീ കൂട്ടുകാരിയുടെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും ഈ രാത്രി 10 മണി വരെ എവിടെ കറങ്ങിയെടുക്കായിരുന്നു? രാവിലെ പോയതല്ലേടി നീ, എന്നിട്ട് നീ ഈ നേരത്താണോ കയറി വരുന്നത്? ഇതൊന്നും ഇവിടെ നടക്കൂല, ഇതൊന്നും പ്രിയാമണിയുടെ അടുത്ത് നടക്കൂല. ഇനി നിനക്ക് ഇഷ്ടം പോലെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പൊക്കോ, ഈ നിമിഷം ഇവിടെ നിന്ന് പോകണം, നീയേ ചേച്ചിയുടെ അടുത്ത് പോയി നിന്നോ, എനിക്കിതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പം മാഷ് പറഞ്ഞു, നീ അവൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കും പ്രിയാമണി. എന്ത് പറയാനുള്ള അവസരമാണ്? ആദ്യം പറഞ്ഞ് കൂട്ടുകാരുടെ കൂടെയാണ് പോയതെന്ന്, അതിനുശേഷം പറഞ്ഞ് വിനോദിൻ്റെ കൂടെയാണ് പോയതെന്ന്. വിനോദ് ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് ഞാൻ ഇതുവരെയും വിചാരിച്ചിരുന്നത്, അതിപ്പം മാറിക്കിട്ടി ഇളയമേ. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല ഇളയമേ, എന്നോട് ഒരു തവണത്തേക്ക് ക്ഷമിക്കുക ഇളയമേ എന്നൊക്കെ പറയും. ഇതിനു മുമ്പ് ഞാനിങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അതേ ഇനി ഞാൻ എന്തായാലും നിന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഇനി നീ ആവർത്തിക്കണമെങ്കിൽ തന്നെ ആവർത്തിച്ചോ, എനിക്കെന്താ, പക്ഷേ ഇവിടെ പറ്റില്ല, ഈ വീട്ടിലത് പറ്റില്ല, ഞാൻ ഇപ്പം തന്നെ ഇതൊക്കെ ചേച്ചിനോട് വിളിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂചിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിഞ്ഞിട്ട് ഇളയമേ ക്ഷമിക്കുക ഇളയമേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാഷ് വീണ്ടും പ്രിയാമണി മാഷോട് ഞാനിതിൽ ഇടപെടണ്ടാന്ന് പറഞ്ഞെന്ന് പറയും കേട്ടോ. സൂചിയാണെന്നുണ്ടെങ്കിൽ കാറിനകത്തേക്ക് പോകും. ഇത്രയും വേണമായിരുന്നു എന്ന് ചോദിക്കുകയാണേ. ഇതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് ഇത് ക്ഷമിച്ചോ, പക്ഷേ പ്രിയാമണി ഇത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ആകാശിനെയാണ്. ആകാശാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വീണ്ടും കാണുമ്പോൾ ആകാശിൻ്റെ കാറിൻ്റെ നമ്പർ എടുത്ത് കാണിക്കുന്നുണ്ട് ആദ്യം ഇടിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മന്ദബുദ്ധിയായ പോലീസുകാരൻ അത് രചനയ്ക്കും കൂടെ അയച്ചു കൊടുത്തു. അതാണ് ഇത്രയും പ്രശ്നമായത്. ഇനിയിപ്പോൾ ഞാനാണിത് ഇടിച്ചെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതെങ്ങാനും രചന കണ്ടുവരികയാണെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് ആ വീഡിയോൻ്റെ നോക്കുകയാണേ. ആകാശം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കൂടെ രചന വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.